നമസ്കാരം, ഞാൻ മരിയ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഭൂമിയിലെ കലാപം വീണ്ടും. പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം പുനരാരംഭിച്ചു. സർക്കാരിന്റെ അഭിമാന പ്രശ്നമായ ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ബിൽ വീണ്ടും പരിഗണനയ്ക്ക്. ചോദ്യോത്തരവേള നിർത്തിവെച്ച് ബിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. രണ്ടാഴ്ചത്തെ സമ്മേളനത്തിനിടെ ചരക്കു സേവന നികുതി ബില്ലും പരിഗണനയിൽ. സോണിയാഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ആക്ഷേപ പ്രസംഗത്തിൽ ലോക്സഭയിൽ ബഹളം. ഗിരിരാജിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം. ലോക്സഭയിൽ മാപ്പു പറഞ്ഞ് ഗിരിരാജ്. അവധി അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയ രാഹുൽ ഗാന്ധി സഭയിൽ. ബില്ലുകൾ പാസാക്കാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്കച്ചൂടിൽ കളം മാറുന്നവർ. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനിടെ മുന്നണി മാറാനൊരുങ്ങി ചെറുപാർട്ടികൾ. UDF തകരാൻ പോകുന്ന മുന്നണിയെന്ന് PC ജോർജ്. ഇന്നത്തേത് UDFനുള്ള അവസാന വോട്ടെന്നും PC. ഗണേശിന്റെ വോട്ട് LDFിനെന്ന് ബാലകൃഷ്ണപിള്ള. ആദ്യ വോട്ട് CPIക്കും രണ്ടാമത്തേത് CPMനും. വോട്ട് ചെയ്യുന്നത് ജനവികാരം മാനിച്ചെന്നും പിള്ള. UDF വിടുമെന്ന സൂചന നൽകി ജനതാദൾ നേതാവ് MV വീരേന്ദ്രകുമാർ. കോൺഗ്രസ് ആൾക്കൂട്ടമായി മാറി. തീരുമാനം 2 മാസത്തിനകമെന്നും വീരേന്ദ്രകുമാർ. കേരളത്തിൽ ഒഴിവുള്ള 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. വിജയപ്രതീക്ഷയിൽ ഇരു മുന്നണികളും. ഫലപ്രഖ്യാപനം വൈകിട്ട് 5-ന്. ഭിന്നതയിലെ ഖിന്നത. ജനറൽ സെക്രട്ടറി വിഷയത്തിൽ CPMനെ മുൾമുനയിൽ നിർത്തിയ ഭിന്നത സ്ഥിരീകരിച്ച് സീതാറാം യെച്ചൂരി. പാർട്ടി ഒന്നിലധികം പേരുകൾ പരിഗണിച്ചിട്ടും സമവായം ഉണ്ടായത് പുതിയ കേന്ദ്ര കമ്മിറ്റിയിലെന്ന് വിശദീകരണം. രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് അടവ് നയം മാറാം. ചില വിഷയങ്ങളിൽ കോൺഗ്രസുമായി സഹകരിക്കാം. VSന്റെ വിജയാശംസയിൽ അപാകതയില്ലെന്നും യെച്ചൂരി. പിണറായിയുമായി വ്യക്തിപരമായി ശത്രുതയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിൽ പാർട്ടി ഉചിത സമയത്ത് തീരുമാനമെടുക്കും. സെക്രട്ടറി ആകുന്നത് തടയാൻ ആരെങ്കിലും ശ്രമിച്ചോ എന്നത് പ്രസക്തമല്ല. സംഘടനാ വിഷയങ്ങളിൽ തീരുമാനം പിന്നീട്. പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യമെന്നും യെച്ചൂരി. മുംബൈക്ക് വിജയത്തുടക്കം. IPL 8ാം സീസണിലെ ആദ്യ ജയവുമായി മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ. ഇന്നലെ നടന്ന 2ാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചത് 18 റൺസിന്. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ഉയർത്തിയ 209 റൺസ് പിന്തുടർന്ന ബാംഗ്ലൂർ 191 റൺസിന് പുറത്ത്. ബാംഗ്ലൂരിന്റെ 3 വിക്കറ്റുകൾ പിഴുത ഹർഭജൻ സിംഗ് കളിയിലെ കേമൻ. ടൂർണമെന്റിൽ കളിച്ച 5 മത്സരങ്ങളും ജയിച്ച രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. ഇന്ന് ഏറ്റുമുട്ടുന്നത് ഡൽഹി ഡെയർ ഡെവിൾസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും. മത്സരം രാത്രി 8-ന് ഡൽഹിയിൽ. കഴിഞ്ഞ മത്സരം ജയിച്ച ഇരു ടീമുകളും വിജയവഴിയിൽ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.